Watch full episodes on Jio Hotstar. രക്ഷിക്കണേ രക്ഷിക്കണേ അയ്യോ പാവ എരുമ കുഴിക്കകത്ത് ഇങ്ങനെ വീണല്ലോ. രക്ഷിക്കണേ നിങ്ങൾക്ക് വളരെ വളരെ നന്ദി. ഭൂതം ഭൂതം ഭൂതം. നിക്ക്. ഞാനൊരു എരുമയാണ്, എന്നാൽ രാജ എരുമയാണ്. എന്ത് രാജകീയ എരുമയോ? അല്ല അതിനിപ്പോ എന്താ വേണ്ടേ? എന്താ വേണ്ടേ? നീ നിന്നാലല്ലേ എനിക്ക് പറയാൻ സാധിക്കൂ. ഞാനൊരു രാജ എരുമയാണ്. എനിക്ക് എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും എന്റെ രൂപം മാറ്റാൻ കഴിയും. നിനക്കിങ്ങനെ രൂപം മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ നീ ആ കുഴിയിൽ നിന്ന് പുറത്തു വരാതിരുന്നത്? ഒരു മന്ത്രവാദി മന്ത്രശക്തി കൊണ്ട് എന്നെ ഒരു എരുമയാക്കി മാറ്റിയതാണ്. ആ മന്ത്രശക്തി കാരണം എനിക്ക് സ്വയം എന്നെ സഹായിക്കാനായി കഴിയില്ല. എന്നാൽ ഒരുപക്ഷെ ഞാനൊരു മനുഷ്യനെ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് വീണ്ടും എന്റെ ദേവത രൂപത്തിലേക്ക് മാറാനായി സാധിക്കും. നിന്നെ കണ്ടപ്പോൾ നല്ല മനുഷ്യനാണെന്ന് തോന്നി. എനിക്ക് നിന്നെ ഏതു തരത്തിലും സഹായിക്കാനായി സാധിക്കും. അങ്ങനെ ഞാൻ സഹായിച്ചാൽ എനിക്ക് വീണ്ടും എന്റെ ദേവത രൂപത്തിലേക്ക് തിരിച്ചു പോകാനും കഴിയും. എങ്കിൽ ശരി, നീ ഇങ്ങനെ എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇതിന് സമ്മതിക്കുന്നു. വരൂ എന്റെ കൂടെ. മോട്ടു, നീ എന്തിനാ ഈ എരുമയെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നേ? ബോക്സർ ചേട്ടാ, എനിക്ക് ഈ എരുമയെ വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ആയിക്കോട്ടെ, എന്നെ ഒന്ന് സഹായിച്ചൂടെ? എനിക്കൊന്ന് പുറത്തോട്ട് പോകേണ്ടതുണ്ട്. എന്റെ കാറിനെ തുടച്ചു മിനുക്കിയേക്ക്. ഞാൻ തയ്യാറായിട്ട് ഉടനെ ഇങ്ങ് വന്നേക്കാം. ഓക്കെ? മോട്ടു അകത്ത് പോയിരിക്കാണ്. ഞാനിപ്പോ ഈ എരുമേനെ ഇവിടുന്ന് കട്ടുകൊണ്ട് പോവാൻ പോവുകയാണ്. ഞാൻ മോട്ടുവിനെ സഹായിച്ചേ മതിയാകൂ. എനിക്കെന്താ അയാളുടെ കാറ് വൃത്തിയാക്കാനായി സാധിക്കില്ല. ഇവിടെ എന്താടാ സംഭവിക്കുന്നത്? എരുമ എങ്ങനെ മോട്ടുവായിട്ട് മാറി? ബോസ്, എനിക്ക് തോന്നുന്നു ഈ എരുമയ്ക്ക് പ്രത്യേക കഴിവുണ്ടെന്നാ. ഓഹോ, അതിന് എന്ത് പവർ ഉണ്ടെന്ന് ഞാനും നോക്കട്ടെ. മോട്ടു, ഏൽപ്പിച്ച ജോലി ചെയ്തോ? കാറിനെ ആകെ നശിപ്പിച്ചല്ലോടാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. നമ്പർ 1, നമ്പർ 2, എന്റെ ചെകുത്താൻ ബുദ്ധിയിൽ ഒരു ഐഡിയ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ പ്ലാനിനെ മാത്രം നമ്മൾ ശരിക്കും ചെയ്താ മതിടാ. മോട്ടുവിന്റെ അടുത്ത് ഒരു കാര്യം പറയണം. നമ്പർ 1, നമ്പർ 2, അതായത് ബാങ്കിന്റെ പുറത്ത് ഒരുത്തൻ ഡ്യൂപ്ലിക്കേറ്റ് പോലീസിനെ പോലെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. സെക്യൂരിറ്റിനെ പോലെയാണ് നിൽക്കുന്നത്. ആക്ച്വലി അവനാണ് ആ ബാങ്കിനെ കൊള്ളയടിക്കാൻ പോകുന്നത്. ആ ബാങ്കിലെ മൊത്തം പൈസയും കക്കാൻ പോവുകയാണ്. ഈ കാര്യം എങ്ങനെയെങ്കിലും മോട്ടുവിനെ അറിയിച്ച് ആ ബാങ്കിലുള്ള എല്ലാ പൈസയും രക്ഷിക്കണം എന്ന് വിചാരിക്കുമ്പോൾ പറ്റുന്നില്ലല്ലോ. ഇത് മാത്രം മോട്ട് ചെയ്താൽ അവൻ എത്ര വലിയ ആളായി മാറും. പക്ഷെ അവനെ തെരഞ്ഞു പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ മോട്ടുവായി മാറി ആ കുറ്റവാളിയെ പിടിക്കുകയാണെങ്കിൽ അങ്ങനെ മോട്ടുവിന് നല്ല പേര് വന്നു ചേരും. മാത്രമല്ല ഞാൻ സഹായിച്ചതിന് തുല്യവുമാണ്. ഹലോ മോട്ടു, താൻ വന്നത് വളരെ നന്നായി. എനിക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. ചില കൊള്ളക്കാര് ഈ പണം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടത്രേ. ഇതിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പൂച്ചയെ പാലിന് കാവൽ നിർത്തിയത് പോലെയുണ്ട് നിങ്ങളുടെ കഥ. അതെ. മോട്ടു, നീ എന്താണ് ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്? നീ എന്തിനാണ് തല്ലുന്നത്? ഞാൻ എന്ത് കുറ്റാണ് ചെയ്തത്? ഞാൻ ഡ്യൂട്ടിയിലാണ് ചെയ്തത്.
എന്തായി ചെയ്യണേ? താഴെ ഇറക്ക് വണ്ടി താഴെ ഇറക്ക്. ഓ അയ്യോ. എന്റെ അമ്മോ, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. അവിടെ നിൽക്കാൻ. എരുമയ്ക്ക് കഴിക്കാൻ പുല്ലൊക്കെ ഇടുന്നത് മോട്ടു, പക്ഷെ അതുമൂലം കിട്ടുന്ന നന്മകളൊക്കെ നമുക്ക്. ഇതാ കണ്ടോ എത്ര പൈസയാ ഉള്ളതെന്ന്. എടുക്കടാ, വേഗം എടുക്ക. ബോസ് ഇന്ന് നമ്മള് ബിരിയാണി കഴിക്കാം. ചിക്കൻ ബിരിയാണി. ചിങ്കം സാറേ, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചതാണ്? നിനക്കറിയണോ? ഞാൻ ഇപ്പൊ തന്നെ നിനക്കത് പറഞ്ഞു തരാം. എന്റെ അമ്മോ, മോട്ടു, നീ തന്നെ ആദ്യം എന്നെ തല്ലിയിട്ട് എന്നിട്ട് നീ തന്നെ എന്നോട് ചോദിക്കുന്നു ഈ പരിക്ക് എങ്ങനെ സംഭവിച്ചെന്ന്. ബാങ്കിൽ നിന്ന് നീ തന്നെ പണം മോഷ്ടിച്ച് എന്നിട്ട് നീ തന്നെ അത് വണ്ടിയിൽ കൊണ്ടുപോയി കാട്ടിൽ ഒളിപ്പിച്ചു വെക്കുന്നു. ഇല്ല, നിന്നെ ഞാൻ ഇന്ന് വെറുതെ വിടില്ല. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ഇന്ന് നിനക്ക് ഞാൻ ഒരു പുതിയ സമ്മാനം തരുന്നുണ്ട്. എന്നാ പിടിച്ചോ. ചിങ്കം സാറേ, ഒരു സമോസ കഴിക്കാനെങ്കിലും തരുമോ എനിക്ക്? ബാങ്കിൽ നിന്ന് പണം മോഷ്ടിച്ച കുറ്റത്തിന് ഞാൻ നിന്നെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്തു പറ്റി മോട്ടു? എന്റെ അമ്മോ, ഇതെന്താ പോത്ത് സംസാരിക്കുന്നു? നിങ്ങൾ കണ്ടില്ലേ പോത്ത് സംസാരിക്കുന്നത്? ഇതെങ്ങനെ സാധിക്കും? ഓ, നിങ്ങളാരും പേടിക്കണ്ട. ശരിക്കും പറഞ്ഞാ ഇതൊരു പാവം എരുമ തന്നെയാണ്. മാത്രമല്ല ഇതെന്നെ സഹായിക്കുവാൻ വേണ്ടി വന്നതുമാണ്. ഒരു മിനിറ്റ് എന്റെ എരുമേ, നീ എന്നെ പോലെ മാറി വല്ല സഹായത്തിനും പോയിരുന്നോ? ആ ബാങ്കിൽ പോയിട്ട് നീ മോഷ്ടിച്ചിട്ടൊന്നുമില്ലല്ലോ. മോഷ്ടിച്ചെന്നോ? ഇല്ലില്ല. അയാൾ എന്താ പറഞ്ഞെന്നറിയോ? അപ്പൊ മോട്ടു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നിങ്ങളെ രണ്ടുപേരെയും പറ്റിച്ചിട്ട് മാറി നിന്ന് രസിക്കുകയാണ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്. പത്തിലു നീ തന്നെ പറ, ഇനി എന്താ ചെയ്യാ? ഇതിനൊരു നല്ല വഴിയുണ്ട് മോട്ടു. എറിഞ്ഞ കല്ലുകൊണ്ട് തിരിച്ചെറിയണം. ബോസ് എപ്പോ വരുമെന്ന് അറിയില്ല. വിശന്നിട്ടാണ് ഈ കണ്ണ് കാണുന്നില്ല. ബോസ്, നിങ്ങൾ വന്നോ? എവിടെ പോയതായിരുന്നു? ആദ്യം സംസാരം നിർത്തടാ. എനിക്ക് മേലൊക്കെ ഭയങ്കര വേദന എടുക്കുന്നടാ. ഇതാ പിടിച്ചോ ഈ കമ്പ്. എനിക്ക് മേലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് വിടടാ. ഈ വടി കൊണ്ടുള്ള മസാജ് എന്താണ് ബോസ്? ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിവരിച്ച് പറഞ്ഞു തരാം. എന്റെ ദേഹം മൊത്തം വേദനയുള്ളപ്പോൾ ഈ കമ്പ് ഉപയോഗിച്ച് നിങ്ങൾ എന്നെ തല്ലിയാൽ എല്ലാ വേദനയും പോകുമെന്ന് എനിക്കൊരു വലിയ സ്വാമിജി പറഞ്ഞതാണിടാ. ഞാൻ അകത്ത് പോയിട്ട് ഇതിനാവശ്യമുള്ള തൈലം പരട്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് മസാജ് തുടങ്ങാം ഡാ. വേഗം വന്നാട്ടെ ബോസ്, നമുക്ക് ഉടനെ പണി തുടങ്ങാം. തിരുമ്പ് ചികിത്സ തുടങ്ങാം. ഇതാണ് ശരിയായ മസാജ് ടൈം. എന്ത് പറ്റിയടാ നിങ്ങൾക്ക്? പെട്ടെന്നൊരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ടല്ലോ. പതുക്കെടാ, പതുക്കെ ചെയ്യേ. ഒരു അവസരവുമില്ല. പതുക്കെ ചെയ്താ മതിട്ടോ. നിങ്ങൾ എന്താടാ ചെയ്യുന്നത്? മസാജ് ചെയ്യാൻ പറഞ്ഞാൽ ഇട്ട് നൽകുന്നത് എന്തിനാ? വേണ്ട, നിർത്താനാ പറഞ്ഞത്. എങ്ങനെയാണ് ജോൺ? നല്ല മസാജ് കിട്ടുന്നുണ്ടോ?
മനസ്സിലായി. ഈ കമ്പ് കൊണ്ട് മസാജ് ചെയ്യുന്ന ഐഡിയ നിങ്ങളുടെ അല്ലേ? എനിക്ക് മനസ്സിലായി. നമ്പർ 1, നമ്പർ 2 എന്റെ കൈ ഒന്ന് അയച്ചു വിടടാ. എന്നിട്ട് ഞാൻ എങ്ങനെയാ ഓടാൻ പോകുന്നത് നോക്കിക്കോ. ഏ ജോൺ, ഇപ്പൊ നീ ഹോസ്പിറ്റലിലേക്കല്ല, പകരം ജയിലിലേക്കാണ് നീ പോകേണ്ടത്. എന്താ ഇത്? ഞാൻ സ്വയം ശരിയായിരിക്കുന്നു. എനിക്കിതാ എന്റെ രൂപം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു മോട്ടു. നിങ്ങൾ എനിക്ക് ഒരു പുതിയ ജീവിതമാണ് തന്നിരിക്കുന്നത്. നമ്പർ 1, നമ്പർ 2 വ്യായാമം നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. മോട്ടു പത്ലു നിർത്തൂ എന്ന് പറയുന്നത് വരേക്കും. എന്താണ് നമ്പർ 1, നമ്പർ 2 നിങ്ങളുടെ ബോസിനെ തന്നെ തല്ലുന്നത്? വേണ്ട, നിർത്തേടാ. വേണ്ട, പ്ലീസ്. Watch India's largest kids library only on Jio Hotstar. Download the app now.